ഇപ്പൊ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികള് ഒരു ഉത്തരം പറയണ്ടേ? എല്ലാം യാദൃച്ഛികമായിട്ടാണ് ഉണ്ടായതെങ്കിൽ, സമയം, ടൈം, സ്പേസ്, മാറ്റർ, ഇതെല്ലാം ബൈ ചാൻസ് യാദൃച്ഛികമായിട്ടാണ് ഉണ്ടായതെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? അതിനു മുമ്പ് എന്തുണ്ടായി എന്നുള്ള ഉത്തരം അവര് പറയണ്ടല്ലോ. അവര് പറയുന്നില്ല. വാസ്തവത്തിന് ഖുർആന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കണം, എന്നെ ഇസ്ലാമിലോട്ട് ആകർഷിച്ച ഏറ്റവും വലിയൊരു കാര്യം 112 അധ്യായം. വാസ്തവത്തില് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ നിരീശ്വരവാദമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ആകെ അറിയാവുന്ന ആയത്തിതാ, അർത്ഥമൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ലോ കോളേജിലെ അങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാം വന്നു. ആ പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പോപ്പ് സംഗീതത്തിന്റെ രൂപത്തിൽ ഇത് ഞാൻ പാടി കുറച്ച് 2 സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് പിള്ളേരുടെ കയ്യടി മേടിച്ചു. സ്റ്റേജിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ ഇസ്ലാമിക് ലോ പഠിപ്പിച്ചിരുന്നുണ്ട് വെങ്കട സുബയ്യ, ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, മായൻ യു ഡിഡ് എ ബാഡ് തിങ്, തെറ്റായ ഒരു കാര്യമോ ചെയ്തിരുന്നു. ഞാൻ നുണ പറഞ്ഞു. സർ, ഇറ്റ്സ് എൻ അറബിക് സോങ്, അറബി ഭാഷയിലൊരു ഗാനമാണ്. ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, നോ, ഇറ്റ്സ് എ വേഴ്സ് ഫ്രം ദ ഖുറാൻ ആൻഡ് ആൻ ഇമ്പോർട്ടന്റ് പ്രയർ. ഖുറാനിലത്തെ ഒരു അധ്യായമാണ്, അതിലത്തെ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അന്ന് ഞാനൊരു പരിഹാസത്തോടു കൂടി പാടി ഈ വചനങ്ങളാണ് എൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കിയത്. കാരണം എല്ലാം ദൈവം ഉണ്ടാക്കിയതാണെന്ന ഉത്തരം കിട്ടുമ്പോഴും ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ വചനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ്, ദൈവം ഏകനാണ്. നമുക്കറിയാം എല്ലാം കൂടുതലുണ്ട്. സൂര്യനുണ്ടെങ്കിൽ നക്ഷത്രങ്ങളുണ്ട്, ഭൂമി ഉണ്ടെങ്കിൽ ഗ്രഹങ്ങളുണ്ട്, ജീവജാലങ്ങളെല്ലാം അനേകമാണ്, അല്ലേ? ഒരു കാര്യമുണ്ട്, എല്ലാത്തിന്റെ അടിത്തറ ആറ്റോണ്, പരമാണുക്കള്. പരമാണുവിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് പ്രോട്ടോൺ ഉണ്ട്, കോർക്ക് ഉണ്ട്, ആന്റി കോർക്ക് ഉണ്ട്, വേവ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. കാരണം ഒരു സാധനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കണം. അവിടെ ഖുർആൻ പറയുന്നത് അവൻ എല്ലാ അർത്ഥത്തിലും ഒന്നാണ്, ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ഏത് ദൈവാവതാരങ്ങൾ എന്ന് പറയുന്ന ആളിലായിക്കോട്ടെ, ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കൊള്ളട്ടെ, നേതാക്കളായിക്കൊള്ളട്ടെ, അവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു, പലതിനെ ആശ്രയിച്ചിരുന്നു. അവര് പെട്ടില്ല. 3 ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ ഈസാ നബി അലൈഹി സ്വലാമിന് സന്താനങ്ങളില്ലായിരുന്നെങ്കിൽ ജനിച്ച വ്യക്തിയാണ്. ആദം നബി അലൈഹി സ്വലാം ജനിച്ചതല്ലെങ്കിൽ മക്കളുണ്ട്, മറ്റെല്ലാവർക്കും മക്കളും ഉണ്ട്, ജനിച്ചവരുമാണ്. അവസാനം പറയുന്നുണ്ട് അവനെ പോലെ യാതൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ ഒരു ഉത്തരവാണ്. കാരണം ജന്മമില്ല, മരണമില്ല, അവനെ പോലെ ആരുമില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ദൈവം ഗ്രാവിറ്റേഷൻ ആണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ മരമാണെന്ന് പറയാൻ പറ്റുമോ? പ്രകൃതിയാണെന്ന് പറയാൻ പറ്റുമോ? സ്പേസ് ആണെന്ന് പറയാൻ പറ്റുമോ? ടൈം ആണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇസ്ലാമിലെ ദൈവവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അവൻ പ്രപഞ്ചത്തിന് അതീതനാണ്. പല മുസ്ലിങ്ങളോടും ചോദിക്കും ദൈവം എവിടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. വിവരക്കേടാ. അത് അദ്വൈതമാണ്. എല്ലാ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ അദ്വൈതമാണ്. ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ്, പ്രപഞ്ചത്തിനപ്പുറം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ് ഈ സമയം. കാരണം ബിഗ് ബാങ്ങിന് മുമ്പിൽ ഒന്നുമില്ല, സ്പേസും ഇല്ല, ടൈമും ഇല്ല, മാറ്ററും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യവും കാരണവും നമ്മൾ തേടണം എവിടെ നിന്നാണെന്ന് അറിയുന്നത്. കാര്യം കാരണവും തേടുമ്പോഴാണ് എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കാര്യവും കാരണവും തേടുന്നതുകൊണ്ടാണ്. കാര്യവും കാരണവും തേടുന്നത് എന്താണ്? സ്പേസിന്റെയും ടൈമിന്റെ മാറ്ററിന്റെ ഉള്ളിലിരുന്ന് ചിന്തിക്കുകയാണ്. ഖുർആൻ പറയുന്നത് അവന് ആരംഭമില്ല, അവസാനമില്ല. അപ്പൊ അതിന്റെ പുറത്താ. അവനാണ് ടൈം സൃഷ്ടിച്ചത്, അവനാണ് സ്പേസ് സൃഷ്ടിച്ചത്, അവനാണ് മാറ്റർ സൃഷ്ടിച്ചത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് നമുക്ക് അറിയില്ല. കാരണം അവനായിട്ട് ഒന്നുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു മാറ്ററായിട്ട് ഒരു പദാർത്ഥമായിട്ട് അവന് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്ത് ഭംഗിയുള്ള ഒരു നിർവചനമാണ്, ഏറ്റവും യുക്തിപരമായ നിർവചനമാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നിനെ നമ്മൾ യാദൃച്ഛികമായിട്ട് ഉണ്ടായി, അതൊരിക്കലും അല്ലാന്നറിയാം. യാദൃച്ഛികമായിട്ട് നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു ശക്തി, ഇതിന്റെ അപ്പുറത്തൊരു ശക്തി, അതിനെ അംഗീകരിക്കണ്ടേ? അതാണ് ഇസ്ലാമിലെ ഏറ്റവും യുക്തിപരമായ ഒരു ദൈവവിശ്വാസമാണ് ഇസ്ലാം.